അല്ലടാ എനിക്ക് അറിയാത്തോണ്ട് ഞാൻ ചോദിക്കാം, നമ്മള് ശരിക്കും കമ്പനിക്കാരൻ തന്നെയാണോ? എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല നമ്മളിപ്പത്തെ ഒരു അവസ്ഥ കണ്ട് ചോദിച്ചു പോയതാ. അല്ല അങ്കിപ്പ എന്താ പറ്റി? അല്ല നമ്മളിപ്പോ എത്ര കൊല്ലായിട്ടോ കമ്പനി ആയിട്ട്? 10-15 കൊല്ലായിട്ടോ? ആണല്ലോ. എന്താ എനിക്കിപ്പോ ഒരു കൊല്ലക്കണക്ക്? അല്ല ഇത്രയും കൊല്ലായിട്ട് നമ്മൾ മൂന്നാളും കൂടെ ഒറ്റയ്ക്ക് എങ്ങോട്ടെങ്കിലും ഒരു ട്രിപ്പ് പോയിട്ടുണ്ട്? മൂന്നാളും കൂടി ഒറ്റയ്ക്ക് പോകല് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അവിടെ പൊട്ടന്മാരെ നമ്മളെ ക്ലബ്ബിൽ നിന്ന് ടൂർ പോയി, മസനഗുഡി വഴി ഊട്ടി, കുടുംബശ്രീന്ന് ടൂർ പോയി. മറ്റേ എവിടേക്ക് എന്റെ നാക്കിന്റെ തുമ്പത്തുണ്ടായിരുന്ന സ്ഥലം വേണം, മറ്റേ സുഭാഷേ നമ്മളൊക്കെ അച്ഛന്മാര് വരെ ട്രിപ്പ് പോയി, അതും ഗോവക്ക്. നാവിന്റെ തുമ്പത്തുണ്ടാവില്ലേ? അതെ ഇവൻ മറ്റതാ. ഏത് മരത്ത് കാണുമ്പോ മനസ്സ് കാണുന്നേ. പഠിക്കുന്ന ആളും തൊട്ട് ഇവൻ ബ്രില്യന്റാ. അല്ല സംഭവമൊക്കെ ശരിയാണ്, പക്ഷെ നമ്മള് ട്രാക്കിന്ന് മാറി. നാക്കിന്റെ തുമ്പല്ലേ, എനിക്കറിയാം. എന്റെ പൊന്ന് ചെങ്ങായി, അതല്ല ഞാൻ പറഞ്ഞു വന്നത്. കാലെത്രയായി ഒരു ട്രിപ്പ്, ഒരൊറ്റ ട്രിപ്പ് നമ്മൾ ഒരുമിച്ച് പോയിണ്ടോ? ഇല്ല. ഇതിനാണോ നീ ഇത്ര ഒലിപ്പിച്ചു വന്നേ? ഞാനങ്ങോട്ട് കാട് കയറി. അനക്കെന്താ വേണ്ടേ? നമ്മളത് ചെയ്യണ്ടേ? ട്രിപ്പ് പോണം, അത്ര തന്നെ. നമ്മള് മൂന്നാളും ബൈക്കിൽ അങ്ങനെ കോപങ്ങൾ മറന്ന് സിരിത്തേനെ. കാര്യൊക്കെ ശരിയാ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. വലിയ പ്രശ്നമൊന്നുമല്ല. ടെൻഷൻ ആക്കാതെ കാര്യം എന്താ പറയുക? നമ്മൾ മൂന്നാൾക്കാരും കൂടെ ബൈക്കിൽ അങ്ങനെ പോവാ. ചെക്കിങ് ശരിയാ, അത് ഞാൻ ആലോചിച്ചില്ല. നമുക്ക് ഈടെയായിട്ട് നല്ല ഓർമ്മക്കുറവുണ്ട്. ഉണ്ടല്ലേ? ഇല്ല വലിയ കൺസെപ്റ്റ്. ഏത് സെക്ഷൻ? ഓർമ്മക്കുറവല്ലേ? ഓർത്തോ? അല്ലെ ഓർത്തോ വേണ്ട, ഒരു എണ്ണയുണ്ട്. നീലി ബൃങ്കാതിയാ? അതല്ലടാ, മറ്റേ നരസിംഹത്തില് അഖിൽമാരാർ പറയുന്ന എണ്ണ. എന്റെ നാക്കിന്റെ തുമ്പത്തുണ്ട്. ഇതിന് മാത്രം തുമ്പാന്റെ നാവിൽ എവിടെ ഉള്ളത്? അതാണ് ഇപ്പത്തെ വിഷയം. അല്ല ഞാൻ മറന്നുപോയി. വെലയിചന്ദ്രനാണ്ട് ജയിച്ചാൽ മതി, എല്ലാം ശരി. ഓർമ്മശക്തി കൂടും, നല്ല ഉന്മേഷം കിട്ടും. എന്നാ വിട്ടാലോ? എങ്ങോട്ട്? കുളിക്കാനേ വാ. വലിയ ചന്ദ്രനാഥ് തേച്ച് പുഴയിലൊരു കുളി, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്.